കുടുംബബന്ധം മുറിയാനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് പണ്ഡിതന്മാര്. അതിലൊന്നാമത്തെ കാര്യം അജ്ഞതയാണ്. കുടുംബബന്ധം മുറിച്ചാലുള്ള അപകടങ്ങൾ അറിയില്ല, കുടുംബബന്ധം ചേർത്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് കുടുംബബന്ധം ആളുകൾ മുറിക്കുന്നത്. രണ്ടാമത്തത് തഖ്വയുടെ കുറവാണ്, ഈമാനിന്റെ കുറവാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞല്ലോ, കുടുംബബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. തഖ്വയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും കുടുംബബന്ധം മുറിക്കൂല. മൂന്നാമത്തെ കാര്യം കിബറാണ്, അഹങ്കാരമാണ്. കയ്യിൽ കുറച്ച് പണം കിട്ടിയപ്പോ, വലിയ സമ്പന്നനായപ്പോ പിന്നെ ഉപ്പാനെ കാണാൻ പറ്റുന്നില്ല, ഉമ്മാനെ കാണാൻ പറ്റുന്നില്ല. ഉമ്മാന്റെ കുടുംബക്കാരോടുള്ള ബന്ധം വിട്ടുപോയി, വാപ്പാന്റെ കുടുംബക്കാരോടുള്ള ബന്ധം വിട്ടുപോയി. കിബറാണ് കുടുംബബന്ധം മുറിച്ചു കളയുന്നത്. നാലാമത്തത് ഒരുപാട് കാലത്തെ ഗ്യാപ്പാണ്, സംസാരമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുടുംബമായിട്ട് കുറെ കാലമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഏത് ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാല് ഉപ്പാനും ഉമ്മാനും മാത്രം വിളിക്കും, വേറെ ആരും വിളിക്കൂല. കാരണം എന്താ? ഏറ്റവും അടുത്ത എളാപ്പുണ്ട്, നമ്മൾ എടുത്തു വളർത്തി എളാപ്പിയായിരിക്കും വാപ്പ ഗൾഫിലുള്ള സമയത്ത്. നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത് മൂപ്പരായിരിക്കും, ഇതൊക്കെ ചെയ്തവരായിരിക്കും. നല്ല കഷ്ടപ്പാട് നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്, എന്നാലും വിളിക്കൂല. ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അത് വലിയ പ്രശ്നമാണ്. അത് കുടുംബബന്ധം മുറിയാൻ കാരണമാകും. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഭയങ്കരമായ കുറ്റപ്പെടുത്തല്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ആൾക്കാരെ മുമ്പിൽ, കുടുംബക്കാരെ മുന്നിൽ വെച്ചിട്ട് ചില ആൾക്കാർ അങ്ങനെ ചീത്തറയും. പിന്നെ പറയുന്നത്, മൂപ്പരോട് ഞാൻ മിണ്ടൂല, അളാപ്പല്ലേ, എന്ത് അളാപ്പിയാലും മിണ്ടില്ല, ഞാൻ മൂപ്പരോട് ഇനി മിണ്ടൂല. ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ വെച്ച് ഭയങ്കര ആക്ഷേപം. ഇത് പറഞ്ഞോടുകൂടി എന്ത് ചെയ്യും? ആളുകളോടുള്ള ബന്ധം വിട്ടുപോകും. പിന്നെയോ ആറാമത്തെ കാര്യം എന്താ അറിയോ? അനാവശ്യമായ ജാട. അതെന്താ? മൂപ്പര് വന്നാൽ ഇന്ന സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാകണം. അപ്പൊ എന്ത് ചെയ്യും? മൂപ്പരെ വിളിക്കൂല. കാരണം മൂപ്പര് വരുമ്പോ ഇന്ന കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നമ്മളെ വീട്ടിൽ സൗകര്യപ്പെടൂല, അത്ര സാമ്പത്തികമായ ഭദ്രത നമുക്കില്ല. അത് വലിയ പ്രശ്നമാണ്. ഏഴാമത്തെ കാര്യം, വന്നവരെ പരിഗണിക്കാതിരുന്നാൽ, അല്ലെ, നമ്മളെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തി ആരാണെങ്കിലും കുടുംബക്കാര്, അവർ നമ്മളെ പരിഗണിക്കാതിരുന്നാൽ, അവരൊന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ, അവർ നമ്മളെ സൽക്കരിക്കാതിരുന്നാൽ പിന്നെ അവർ നമ്മളെ വീട്ടിലേക്ക് വരുമോ? ഒരിക്കലും വരൂല. അത് വലിയ പ്രശ്നമാണ്. എട്ടാമത്തെ കാര്യം, പിശുക്ക്. കുടുംബക്കാരെ സഹായിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ബന്ധം ചേർക്കൂല. അല്ലേ, എന്താ ഓന്റെ വീട്ടിൽ പോവാത്തത്? എന്താ അവിടെ പോവാത്തത്? ആ കല്യാണത്തിന് പോയാലേ അവിടെ സ്വർണം വാങ്ങാൻ കുറച്ച് കട ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ലക്ഷമെങ്കിലും ഞാൻ കൊടുക്കേണ്ടി വരും, 1 ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരും, ഒരു 50,000 കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട്, പിശുക്ക് വിചാരിച്ചിട്ട് കുടുംബക്കാരോടുള്ള ബന്ധം മുറിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അനന്തര സ്വത്ത് വീതം വെക്കുന്നത് വൈകിപ്പിക്കുന്നു. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണ്. ഒരു മോനെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല ഭദ്രത ഉള്ള ഒരു മനുഷ്യനാണ്, മൂപ്പർക്ക് വലിയ പൈസന്റെ ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള മക്കളൊക്കെ നല്ല കഷ്ടപ്പാടില്ല. ബാപ്പ മരിച്ചിട്ട് സ്വത്ത് വരിയൊക്കെ ഇല്ല. മോൻ പറയാണെന്ത്, ഉമ്മയും കൂടെ മരിച്ചിട്ട് മതി. കാരണം എന്താ? ഓന്റെ കയ്യിൽ സ്വത്തുണ്ട്, ബാക്കിയുള്ളവർക്ക് വീടുണ്ടാക്കണമെങ്കിൽ ഇത് വീതം വെച്ച് കിട്ടണം. ഇങ്ങനെ കുടുംബബന്ധം മുറിയും. കാരണം എന്താ? എല്ലാരും ഇവന് നേരെ തിരിയും. അല്ലെ, അത് കുടുംബബന്ധം മുറിയാൻ